നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും 3 ദിവസം മുൻപേ ചോദ്യം ചെയ്തത് അതീവ രഹസ്യമാക്കി വച്ചിരുന്നുവെങ്കിലും ഇന്നലെ പുറത്തായി. 3 മണിക്കൂറായിരുന്നു ചോദ്യം ചെയ്യൽ. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം തിരുവനന്തപുരത്തെ വസതിയിൽ നടന്നു. കൊച്ചിയിലെ എളമക്കര വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. അവസാനം രണ്ടും കൽപ്പിച്ച് CPI ഇറങ്ങിപ്പുറപ്പെട്ടു. മുഖ്യമന്ത്രി തിരുത്തുന്നില്ല എങ്കിൽ മാറ്റി നിർത്തണമെന്ന് അഭിപ്രായമുയർന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി മാറി നിൽക്കണമെന്ന് തന്നെ CPI സംസ്ഥാന കൗൺസിലിൽ മുറവിളി ഉയർന്നുവെന്നാണ് റിപ്പോർട്ട്. സ്വർണ്ണക്കൊള്ള അറിഞ്ഞില്ല എന്ന് കടകംപള്ളി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതേസമയം ചോദ്യം ചെയ്യൽ വൈകിയത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു. കോടതി ജാഗ്രത കാണിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ദൂരമെങ്കിലും അന്വേഷണം എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തതോടെ 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്നലെ തുടക്കമായി. തീർത്ഥാടന സമ്മേളനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്തു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും വെള്ളാപ്പള്ളി നടേശനും വേദിയിൽ ഉണ്ടായിരുന്നു. 2026 സ്വീകരിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ പുതുവത്സരാഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വൈകിട്ട് 6 മണി മുതൽ പോലീസ് വാഹന പരിശോധന ശക്തമാക്കും. ആഘോഷങ്ങൾ നാളെ വെളുപ്പിന് 1 മണിക്കപ്പുറം പാടില്ല എന്നും നിർദ്ദേശമുണ്ട്. മാനവീയം വീഥിയിൽ പ്രത്യേക പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തി. നഗരത്തിൽ പതിവ് പോലെ ഇന്നലെ മുടങ്ങിയ ജലവിതരണം ഇന്ന് വൈകുന്നേരത്തോടെ പുനഃസ്ഥാപിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സ്മാർട്ട് റോഡുകളിൽ പൈപ്പ് പൊട്ടൽ തുടർച്ചയാകുന്നത് നാട്ടുകാർക്ക് തലവേദനയാകുന്നു. ജലവിതരണം ഭാഗികമായി മുടങ്ങുന്നതും തുടർക്കഥയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയ വിദ്വേഷം പടർത്തുന്ന വീഡിയോയും ഫോട്ടോയും പ്രചരിപ്പിച്ച അസം സ്വദേശി റോഷിദുൽ ഇസ്ലാമിനെ തൃശൂർ കയ്പമംഗലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് കരകുളത്ത് 75 വയസ്സുള്ള ശാന്തമ്മയെ കഴിഞ്ഞ മാസം 17-ാം തീയതി മുതൽ കാണാനില്ലെന്ന് പരാതി. ശാന്തമ്മയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ്. കോർപ്പറേഷനിലെ നിലവിലുള്ള കക്ഷി നിലവച്ച് മാറ്റിവെച്ച വിഴിഞ്ഞം തെരഞ്ഞെടുപ്പിന് പ്രാധാന്യമേറുന്നു. ഈ ജനുവരി 12-നാണ് തെരഞ്ഞെടുപ്പ്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് പുറമെ 6 സ്വതന്ത്രരും മത്സരവേദിയിലുണ്ട്. നേവിയിൽ BTech പഠിച്ച് ഓഫീസർ ജോലി നേടാനുള്ള അവസരം പെൺകുട്ടികൾക്കും ലഭ്യമാകും. ഓൺലൈൻ അപേക്ഷ ജനുവരി 3 മുതൽ 19 വരെയായിരിക്കും. കൂടുതൽ വിവരങ്ങൾ www.joinindiannavy.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. ഇന്ന് സ്വർഗവാതിൽ ഏകാദശി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ 2:30 മുതൽ 4 വരെ നിർമാല്യ ദർശനം ഉണ്ടായിരുന്നു. രാത്രി 8:15 ശീവേലിയോടുകൂടി ഇന്നത്തെ പൂജകൾ സമാപിക്കും. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.